ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോളോ ബോക്സ് എഫക്റ്റ് വെച്ചിട്ട് ഒരു 3D റൂമാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അലൈറ്റ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അലൈറ്റ് മോഷൻ 3.7.1 മുകളിലുള്ള വേർഷൻസിൽ മാത്രമേ ഹോളോ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളൂ. 3.6.2 ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒരു ബാഡ് ന്യൂസാണ്. സോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഹോളോ ബോക്സ് എന്ന് പറയുന്ന എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതേപോലെ ഇത് സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, ബട്ട് കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വെറും ഒരു 2 ദിവസം പിടിച്ചാൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്കിത് മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ ഒരു പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മോണ്ടേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ഞാനിവിടെ 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 ഫോട്ടോസ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരേണ്ട ഇമേജ്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. സോ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ അവിടെ പോയിട്ട് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ഇതാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ക്യൂബായിട്ട് വരേണ്ട ആ ഒരു റൂമിനുള്ളിലായിട്ട് വരുന്ന ക്യൂബ് ഈ ഒരു സബ്ജക്റ്റാണ്. സോ 2 ഫോട്ടോസ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഓരോ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മാർക്ക് അനുസരിച്ചിട്ടാണ് എനിക്ക് മൂവ്മെൻറ്റ്സ് വരേണ്ടത്. ആ ഒരു ക്യൂബിൻ്റെ മൂവ്മെൻറ്റ്സ് വരേണ്ട ഈ ഒരു മാർക്ക് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു മാർക്കാണ് എൻ്റെ ഓഡിയോസിൻ്റെ ബീറ്റ് എന്ന് കൂടി നിങ്ങൾ വിചാരിക്കുക. ബീറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കാണ് എൻ്റെ ബീറ്റ്. ഈ ഒരു ബീറ്റിനനുസരിച്ചിട്ടാണ് എനിക്ക് മൂവ്മെൻറ്റ്സ് വരേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ സബ്ജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യാം, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, 3D സെലക്ട് ചെയ്യുക. എന്നിട്ട് 3Dയിൽ കുറേ 3D എഫക്ട്സ് കാര്യങ്ങളുണ്ടാവും. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഹോളോ ബോക്സ് ആണ്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ഹോളോ ബോക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് ഏറ്റവും അടിയിലോട്ട് ആദ്യം വരിക, എന്നിട്ട് ഇത് ഫുള്ളാക്കി കൊടുക്കുക 200. ഇനി കുറച്ചും കൂടി ഇങ്ങനെ മുകളിലോട്ട് വന്നാൽ ലൈറ്റ് സോഴ്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ലൈറ്റ് സോഴ്സ് ഇതിൽ ഷെയ്ഡിങ് ഉണ്ടാവും. ആ ഒരു ഷെയ്ഡിങ് പോയിൻ്റ് ലൈറ്റിലാവും എടുക്കുന്നുണ്ടാവും. നമ്മളത് എടുത്തിട്ട് ഫ്ലാറ്റ് ആക്കി കൊടുക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യമായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡിങ് പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലോട്ട് വരിക. ഏറ്റവും ഫ്രണ്ടിലോട്ട് വന്നാൽ നിങ്ങൾ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്താൽ തിക്നെസ് കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. 0.1 ആക്കി കൊടുക്കുക. 0.1. ഓക്കെ, 0.1 ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി അടിയിൽ വന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കീസ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുന്നത് നമ്മൾ റൊട്ടേഷൻസിലാണ് കേട്ടോ. റൊട്ടേഷൻ എടുക്കുക. അതിൽ X ആക്സിസും ഉണ്ട്, Y ആക്സിസും ഉണ്ട്, Z ആക്സിസും ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ ആയിട്ടൊരു കീ ആഡ് ചെയ്യാണ്. സ്റ്റാൻഡേർഡ് ഒരു കീ ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു കീ തന്നെയാണ് നമ്മൾ Y ആക്സിസിലും Z ആക്സിസിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും വരുന്നില്ല. ഒരു കീ മാത്രം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ പണി തുടങ്ങാം. ആദ്യം X ആക്സിസ് എടുക്കുകയാണ്. നമ്മൾ ആദ്യം മോളിൽ നിന്നാണ് വരേണ്ടത്. സോ ഞാൻ ആദ്യം ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊരു കീ ആഡ് ചെയ്യാണ്. എന്നിട്ട് മുകളിൽ നിന്നാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ മുകളിൽ 90 ഡിഗ്രി ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വരില്ല, ബട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വരുള്ളൂ. ഓക്കെ, സോ മുകളിൽ നിന്ന് ആദ്യം വന്നിട്ട് അടിയിലോട്ട് വരുന്നു. ഇതാണ് ഫസ്റ്റത്തെ ഒരു മൂവ്മെൻറ്റ്സ്. ഇനി നമ്മൾ രണ്ടാമത്തേലോട്ട് വരികയാണ്. ഒരു കീ ആഡ് ചെയ്യുകയാണ്. Y എടുക്കുകയാണ്, Y ആക്സിസ് എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഒരു റൊട്ടേഷൻ കൊടുക്കുകയാണ്. ഓരോ മൂവ്മെൻറ്റ്സും നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം, ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഞാൻ ആദ്യം മോളിൽ നിന്ന് വന്നു, പിന്നെ ഇങ്ങോട്ട് ഒരു റൊട്ടേഷൻ കൊടുത്തു. ഇനി അടിയിലോട്ട് കൊടുക്കാം. സോ X എടുക്കുകയാണ്. അടിയിലോട്ട് തിരിഞ്ഞിട്ടാണല്ലേ. ഓക്കെ, അടിയിലോട്ട് ഞാൻ കൊടുത്തു, 90 ഡിഗ്രി കൊടുത്തു. എന്നിട്ട് Y എടുക്കുകയാണ്. Yയിലും അതേപോലെ തന്നെ റൊട്ടേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു.
360. ഓക്കെ, നൈസാണല്ലോ. സോ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എവിടെ ഇവിടെയൊക്കെ തിരിച്ചു കൊടുത്താലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിൻ്റ് കിട്ടും. സോ അതേപോലെ ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊന്ന് നടക്കുകയുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ ഒരു കീ ആഡ് ചെയ്യാണ്. എന്നിട്ട് 360 തന്നെ മതി. എക്സ് ആക്സിസ് എടുക്കുകയാണ്, ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. 270 ആക്കി. ഇനി ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ ഒരു കീ ആഡ് ചെയ്യാണ്. ആദ്യം ഇത് നിങ്ങളുണ്ടാക്കി വേണ്ട. എക്സ് ആക്സിസ് എടുത്തു, വേണ്ട. വൈ ആക്സിസ് എടുത്തു, വേണ്ട. എക്സ് ആക്സിസ് എടുത്തു, അയ്യോ. എക്സ് ആക്സിസ് എടുത്തു, ഇങ്ങോട്ട് തിരിച്ചു. 450. വൈ ആക്സിസ് എടുത്തു, ഇങ്ങോട്ട് തിരിച്ചു, റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങോട്ട് കൊടുത്തു. 180. സെഡ് ആക്സിസ് എടുത്തു, ഇങ്ങനെയും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാ കീസിലും ഓരോ മൂമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, സൈഡിലോട്ട് തിരിയുന്നു, മുകളിലോട്ട് പോയിട്ട് പിന്നെയും താഴോട്ട് വരുന്നു, എന്തൊക്കെയാവുന്നു. ഓക്കെ, ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാം, കവ് ആഡ് ചെയ്യാം. സോ നിങ്ങൾ ഗ്രാഫ് എടുക്കുക. കവ് എന്നും പറയാം, ഗ്രാഫ് എന്നും പറയാം. ഞാൻ ഗ്രാഫ് എന്ന് പറഞ്ഞ് ശീലമായി പോയി, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗ്രാഫ് എന്ന് പറയുന്നത്. കവ് ആണ് ശരിക്കും ഇത്. ഇനി നമ്മൾ ഈ ഒരു 3Dയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്, നമ്മൾ 3D കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ. സോ ഇത് കൊടുക്കാം, നിങ്ങൾക്ക് ഇത് കൊടുക്കാം, ഇതും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇതാണ്, ഇങ്ങനൊരു ഗ്രാഫാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ കീസിൻ്റെയും നടുവിലായിട്ട് ഈ ഒരു ഗ്രാഫ് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ എല്ലാ കവിൻ്റെ ഇടയിലും കൊണ്ടുപോയിട്ട് എല്ലാ കീസിൻ്റെ ഇടയിലും കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ ഞാൻ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പണി തുടങ്ങാം. അതിനായിട്ട് നിങ്ങൾ എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഹോളോ ബോക്സ് നിങ്ങൾ ആദ്യം കോപ്പി ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഹോളോ ബോക്സ് സെലക്ട് ചെയ്യുക. കുറച്ചിങ്ങോട്ട് വന്നാൽ പൊസിഷൻസും ഉണ്ടാവും, സ്കെയിലും ഉണ്ടാവും. ഇതിൽ നമ്മൾ പൊസിഷൻസ് എടുത്തതിന് ശേഷം Z എടുക്കുക. Z-ൽ എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്താൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് പൊന്തിച്ചാൽ നമ്മൾ ആ ഒരു ക്യൂബിൻ്റെ ഉള്ളിലോട്ട് പോകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് ചെയ്താൽ നമ്മൾ ആ ഒരു ക്യൂബിൻ്റെ ഉള്ളിലോട്ടാണ് പോകും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ഒരു ക്യൂബിൻ്റെ ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ക്യൂബ് കാണാനായിട്ട് ഒരു റൂം പോലെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഇതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സോ ഞാൻ ആ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, ആ ഒരു പൊസിഷൻസും സ്കെയിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് വരിക, ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി കുറച്ചും കൂടി ഒന്ന് നൈസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ബോർഡേഴ്സ് ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക, സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്ട്രോക്ക് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. സോ ഞാനിപ്പോൾ ഒരു വൈറ്റ് സ്ട്രോക്കാണ് ആഡ് ചെയ്യുന്നത്, 40 ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ സ്ട്രോക്ക് ആഡ് ചെയ്തു, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രോക്ക് ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഭംഗി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, 3Ds നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹാങ് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ അതും കൂടി കണക്കിലെടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു 3D റൂം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് 3D റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. നിങ്ങൾ
ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 3D മോണ്ടേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് തീം വീഡിയോ ആയിട്ട് ആദ്യം ഈ ഒരു 3D മോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഒറിജിനൽ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 3D മോണ്ടേജൊക്കെ ഇനിയും വരുന്നുണ്ടാവും. ഇതിൻ്റെ 3Dയുടെ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ചെയ്തിരിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.